എൻ്റെ പ്രിയ സഹോദരിക്ക് എൻ്റെ സ്നേഹാശംസകൾ. ഒരാൾ മലഞ്ചെരുവിൽ കൂടി നടക്കുകയായിരുന്നു. വഴിയിൽ ഒരു കുടിലുണ്ടായിരുന്നു. അത് പൂട്ടിയിരിക്കുകയായിരുന്നു. വീട്ടുകാർ പുറത്തു പോയതായി തോന്നുന്നു. കുടിലിനടുത്ത് അയാൾ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഒരു തൊഴുത്തിൽ 4-5 കോഴികളും നിരവധി കോഴിക്കുഞ്ഞുങ്ങളും ധാന്യം തിന്നുന്നുണ്ടായിരുന്നു. സമീപത്ത് തന്നെ ഒരു കഴുകനും ധാന്യം തിന്നുകയായിരുന്നു. ജീവിതത്തിൽ ഇത്തരമൊരു സംഭവം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നു. കാരണം കോഴികൾ ഒരു കഴുകനെ കണ്ടാൽ അത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമോ എന്ന ഭയത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ കഴുകൻ അവരെ ഒന്നും ചെയ്തില്ല. അയാൾ കഴുകനെ ശ്രദ്ധിച്ചു നോക്കി. കഴുകന്റെ കാലുകൾ ഒരു കയറുകൊണ്ട് ബന്ധിച്ച് ഒരു ചെറിയ മരത്തിൽ കെട്ടിയിരുന്നു. അവൻ തൻ്റെ വഴിക്ക് വേഗം നടന്നു പോകാമെന്ന് കരുതിയെങ്കിലും അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഒരു കഴുകന് ആകാശത്ത് ഉയർന്നു പറന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിലും എങ്ങനെയോ അതൊരു ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ അതിനടുത്തായി വളർന്നതാണെന്നും ആ വീട്ടിലെ വ്യക്തി അതിനെ അതുപോലെ വളർത്തുകയാണെന്നും അയാൾക്ക് മനസ്സിലായി. എന്നാൽ കഴുകൻ സ്വതന്ത്രനല്ലാത്തതിനാലും ഇങ്ങനെ കെട്ടിയിടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തതിനാലും അയാൾ കഴുകനെ കെട്ടിയിരുന്ന കയറിൽ നിന്ന് മോചിപ്പിച്ചു. ഒരു കഴുകന് പറക്കാൻ കഴിയുമെന്ന് അവന് നന്നായി അറിയാം. അങ്ങനെ അവൻ കഴുകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന് മനസ്സിലാകില്ലെങ്കിലും അതിനോട് പറഞ്ഞു, കഴുക, നീ പക്ഷികളുടെ രാജാവാണ്. നീ നിന്റെ സ്വന്തം സ്ഥലത്ത് താമസിക്കണം. അവൻ അതിനെ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, പറന്നുയരൂ. പക്ഷെ അത് താഴെ വീണു. അതവനെ ദയനീയമായി നോക്കി. അത് പറന്നു പോകുമെന്ന് അവന് ഉറപ്പായിരുന്നു. പക്ഷേ ജനനം മുതൽ കോഴികളോടൊപ്പം വളർന്നതിനാൽ തനിക്ക് പറക്കാനുള്ള കഴിവുണ്ടെന്ന് അതിനറിയില്ലായിരുന്നു. ആരുടെയോ കഴുകൻ എങ്ങനെയോ പോകട്ടെ എന്ന് അയാൾ വിട്ടില്ല. അയാൾ കഴുകനെ ഉയർത്തിപ്പിടിച്ച് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് പോയി. ആ കഴുകനോട്, നീ ഒരു കഴുകനാണ്. ഈ ധാന്യം തിന്ന് ജീവിക്കാൻ വേണ്ടിയല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിനക്ക് പറക്കാൻ കഴിയും. പറന്നു പോകൂ എന്ന് പറഞ്ഞു. അയാൾ അതിനെ ഉയരത്തിൽ നിന്നും ആ കുഴിയിലേക്ക് എറിഞ്ഞു. അതിനുള്ളിലെ പറക്കുന്ന സ്വഭാവം പുറത്തു വന്നു. താഴേക്ക് പതിച്ച കഴുകൻ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. മുകളിലേക്ക് ഉയർന്നു. കഴുകൻ സന്തോഷിച്ചു. നന്ദിയുള്ള നോട്ടത്തോടെ അവനെ നോക്കി. സന്തോഷത്തോടെ ആകാശത്ത് ഉയർന്നു പറന്നു. കഴുകനേക്കാൾ സന്തോഷവാനായിരുന്നു ആ മനുഷ്യൻ. ഹൃദയത്തിൽ സന്തോഷത്തോടെ അവൻ പാട്ടുകൾ പാടി തൻ്റെ യാത്ര തുടർന്നു. ബന്ധിതനായിരുന്ന കഴുകൻ സ്വതന്ത്രനായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ഇത്രയധികം സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ ബന്ധിതനായ മനുഷ്യൻ പാപങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകുകയും അവൻ്റെ ജീവിതം മാറുകയും ചെയ്താൽ അവനെ സൃഷ്ടിച്ച ദൈവം എത്രയധികം സന്തോഷിക്കും. വർഷങ്ങൾക്ക് മുമ്പ് പല രാജ്യങ്ങളിലും ആളുകൾ അടിമകളായി ആളുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നു. ആളുകളെ അടിമകളായി ഉപയോഗിച്ചിരുന്നു. ഒരു അടിമ ഒരു യജമാനന്റെ കീഴിലാണെങ്കിൽ അവന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയില്ല. മുതലാളി ആഗ്രഹിക്കുന്നതെല്ലാം അയാൾ ചെയ്യണം. അടിമത്തത്തിലേക്ക് വിൽക്കപ്പെട്ട ഒരു മനുഷ്യനെ മുതലാളി തല്ലിയാലും ചവിട്ടിയാലും പീഡിപ്പിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അടിമത്തത്തിൽ തുടരുന്ന ജീവിതകാലം മുഴുവൻ അവൻ കണ്ണീരും വേദനയും അനുഭവിക്കണം. കാരണം അവനൊരു അടിമയാണ്. ഈ രീതിയിൽ ഒരാൾ മറ്റൊരാളുടെ അടിമയല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ അവർ ഇപ്പോഴും അടിമകളാണ്. ഇന്നത്തെ ലോകത്ത് നമ്മൾ എന്താണ് കാണുന്നത്? ലോകത്തിലെ എല്ലാ ആളുകളും ബാഹ്യവും ആന്തരികവുമായ കാര്യങ്ങളുടെ ബന്ധനത്തിലാണ് ജീവിക്കുന്നത്. അവർ നന്നായി ജീവിക്കുന്നതായി നടിക്കുന്നു. കഴുകൻ സ്വന്തം സ്വഭാവം തിരിച്ചറിയാതെ താൻ ആരാണെന്നറിയാതെ യജമാനൻ നൽകുന്ന പയർ തിന്നുകൊണ്ടേയിരിക്കുന്നത് പോലെ മനുഷ്യർ ആരാണ്, അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്നറിയാതെ തന്നെ അവരുടെ അജ്ഞത കാരണം ഇതാണ് ഏറ്റവും നല്ല ജീവിതം എന്ന മട്ടിലാണ് അവർ ജീവിക്കുന്നത്. കർത്താവ് യേശു പറഞ്ഞു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. കാരണം ഉള്ളിൽ നിന്ന്, ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടചിന്തകൾ, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ദുഷ്കൃത്യം, വിടക്കുകണ്ണ്, ദൈവദൂഷണം, അഹങ്കാരം എന്നിവ പുറപ്പെടുന്നു. ഈ ദുഷ്ടകാര്യങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്നു. മർക്കോസ് 7:20-23 വരെ. മനുഷ്യർ പാപബന്ധനങ്ങളിൽ മാത്രമല്ല കുടുങ്ങിപ്പോയിരിക്കുന്നത്, അവർ തങ്ങളുടെ ആത്മാവിൽ പിശാചിന്റെ ശക്തിക്കും ഭരണത്തിനും സ്ഥാനം നൽകുന്നത് കാരണം അവർ സ്വന്തം ആത്മബോധം മറന്ന് പിശാചിന്റെ വാക്കുകൾക്കനുസരിച്ച് സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. യെരുശലേമിനടുത്ത് ഗദരദേശം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. കർത്താവ് യേശു ആ സ്ഥലത്തേക്ക് പോയി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് അവനെ എതിരേറ്റു. അവന്റെ വാസസ്ഥലം ശവകുടീരങ്ങളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ കഴിഞ്ഞില്ല.
എത്രയോ തവണ അവൻ ചങ്ങലകൾ പൊട്ടിച്ച് നശിപ്പിച്ചു. ആർക്കും അവനെ അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും മലകളിലും കല്ലറകളിലും നിലവിളിച്ചുകൊണ്ടിരുന്നു. തന്നെത്താൻ കല്ലുകൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. അവനെ കണ്ട ഉടനെ യേശു അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചു. അവൻ ഓടിവന്ന് അവനെ വണങ്ങി. അവന്റെ ഉള്ളിൽ 6000-ലധികം ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു അവനെ പീഡിപ്പിച്ചത്. അവ പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അതിനായി കൽപ്പിച്ചപ്പോൾ അവിടെ മേഞ്ഞിരുന്ന 2000 പന്നികൾ കടലിലേക്ക് പാഞ്ഞു ചെന്ന് ചത്തു. ഭൂതഗ്രസ്തനായ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ട് ഇരിക്കുന്നത് അവർ കണ്ടു ഭയപ്പെട്ടു. ഒരു മനുഷ്യൻ സുബോധം കണ്ടെത്തിയതിൽ അവർ സന്തുഷ്ടരായിരുന്നില്ല. പന്നികൾ ചത്തുവല്ലോ എന്ന ആശങ്ക കാരണം അവർ അവനോട് അവിടം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഭൂതബാധിതനായിരുന്ന മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ അപേക്ഷിച്ചു. കർത്താവ് അവൻ്റെ അപേക്ഷ കേട്ടില്ല. പകരം നീ പോയി നിന്റെ കുടുംബത്തോടും ജനത്തോടും കർത്താവ് നിനക്ക് ചെയ്തതെല്ലാം അറിയിക്കുക എന്ന് പറഞ്ഞു. അവൻ പോയി അത് പ്രസ്താവിച്ചു. ഇന്നും നിങ്ങൾ ഇതുപോലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാകും. ഞാൻ പിശാചിന്റെ പിടിയിലായിരുന്നു, വേദനയിലായിരുന്നു. കർത്താവ് യേശുവിനെ സ്വതന്ത്രനാക്കി എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ആ ഒരാളെ മോചിപ്പിക്കാൻ അവൻ കടൽ കടന്ന് ആ സ്ഥലത്തേക്ക് പോയി. മർക്കോസ് 5:1-20 വരെ. അതുപോലെ ഒരു പിതാവ് ചന്ദ്രരോഗിയായ തൻ്റെ മകനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പറഞ്ഞു, കർത്താവെ, ഒരാത്മാവ് അവനെ പിടിക്കുന്നു. പിന്നെ അത് അവനെ തീയിലും വെള്ളത്തിലും എറിയുന്നു. അവൻ പല്ലുകടിച്ചു നുര തള്ളി നിലത്ത് വീഴുന്നു. അത് അവനെ ശരിക്കും അലട്ടുന്നു. അയാൾ തൻ്റെ മകൻ്റെ മോചനത്തിനായി അപേക്ഷിച്ചു. ചിലർ ചോദിക്കും, പിശാചിന് മനുഷ്യനിൽ പ്രവേശിക്കാൻ കഴിയുമോ? പിശാചിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായി ലയിക്കുകയും അവനെ പല വിധത്തിൽ അസ്വസ്ഥനാക്കുകയും ചെയ്യും. പിശാചിന് ശരീരമില്ലാത്തതിനാൽ അവൻ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് അവന്റെ എല്ലാ ആഗ്രഹങ്ങളും അവനിലൂടെ ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച വരെ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചിലർ പറയാറുണ്ട്. ഇതിന് കാരണം അയാൾക്ക് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നും പല സ്ഥലങ്ങളിലും നോക്കൂ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അവർ വെള്ളത്തിലും തീയിലും വീഴും. ബുദ്ധിയുള്ള ഒരു വ്യക്തിയും അത് ചെയ്യില്ല. അശുദ്ധാത്മാവ് അയാളെ പിടികൂടി പീഡിപ്പിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഒരിക്കലൊരു പിശാച് ഒരാളിൽ പ്രവേശിച്ചാൽ അയാളുടെ ജീവിതം നശിക്കും. ഇന്നും ചില ഗ്രാമങ്ങളിൽ ഇന്ന് അമാവാസിയാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയതെന്നാണ് ചിലർ പറയുന്നത്. ചിലത് പുറത്ത് തുറന്നു കാണിക്കപ്പെടും. ചില ആളുകളിൽ അത് പുറത്തു വരില്ല. അങ്ങനെയുള്ളവർ സഭകളിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ദൈവസാന്നിധ്യത്തെ ചെറുക്കാൻ അവർക്ക് കഴിയില്ല. അവർ വേദനയോടെ നിലവിളിക്കുന്നു. നിങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ വിധത്തിൽ അനേകർ പിശാചിന്റെ ശക്തിയിൽ വീണു മരിക്കുന്നു. ചില ആത്മാക്കൾ അവരെ ആത്മഹത്യ ചെയ്യാൻ പോലും പ്രോത്സാഹിപ്പിക്കുന്നു. ഒടുവിൽ മരണശേഷം അതിനെ തൻ്റെ ലോകമായ പാതാളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെതാണ്. എന്നാൽ പിശാച് മനുഷ്യനെ നിയന്ത്രിക്കാനും നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. പിശാചിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കാനും രക്ഷിക്കാനുമാണ് കർത്താവ് യേശു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. കർത്താവ് യേശു പറഞ്ഞു, മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നു. യോഹന്നാൻ 10:10. പിശാചാണ് കള്ളൻ. അവന് മറ്റൊന്നും ആവശ്യമില്ല. വേണ്ടത് ഒരു മനുഷ്യ ഹൃദയം മാത്രമാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പിശാചി വസിച്ചാൽ അവൻ്റെ ജീവിതം ഇരുണ്ടതായിരിക്കും. അതുകൊണ്ടാണ് അവരെ സ്വതന്ത്രരാക്കാൻ കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടത്. അവൻ വെളിച്ചമാണ്. അവൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അവൻ്റെ ഹൃദയം പ്രകാശമയമാവുകയും ജീവൻ സമൃദ്ധമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ പട്ടണത്തിലും വീട്ടിലും സമീപത്തുമുള്ള ആളുകൾ, എന്തിനെ നിങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും പോലും അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മുക്തരാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ദിവസം ആരോ ഒരു കഴുകന്റെ ബന്ധനങ്ങൾ അഴിച്ചു പറത്തി വിട്ടതുപോലെ കർത്താവായ യേശു അവരെ സ്വതന്ത്രരാക്കി. ഇന്ന് അവർ സ്വതന്ത്രമായും വിടുതലുള്ളവരായും ജീവിക്കുന്നു. നിങ്ങൾക്കുണ്ടാകാവുന്ന ഏതൊരു പ്രശ്നത്തിൽ നിന്നും രോഗത്തിൽ നിന്നും കർത്താവായ യേശു നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി അനുഗ്രഹീതമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ എന്തിനാണ് ഇത് നിങ്ങൾക്ക് എഴുതുന്നത്? നിങ്ങളെപ്പോലെ ബന്ധിതനായി എൻ്റെ പണം മുഴുവൻ പാഴാക്കി എൻ്റെ ശരീരം നശിപ്പിച്ച് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നതിൽ നിന്ന് കർത്താവായ യേശു എന്നെ സ്വതന്ത്രനാക്കി. അതുകൊണ്ടാണ് ഈ സന്തോഷ വാർത്തയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങളും ഞാനും ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചവരല്ല. പക്ഷേ നിങ്ങളും ഞാനും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. സിഗരറ്റ്, സിനിമ, ചീട്ടുകളി, വേശ്യാവൃത്തി, മോഷണം
തുടങ്ങിയ കാര്യങ്ങളൊന്നും എൻ്റെ കൈവശമില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും. നല്ലത്. നിങ്ങൾക്ക് പുറമേ കാണുവാൻ തക്കവണ്ണം വ്യക്തമായ ഒന്നും തന്നെയില്ല. പക്ഷെ ഉള്ളിലെ പല രഹസ്യ കാര്യങ്ങളും നിങ്ങളെ ബന്ധിച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയില്ല. എന്നാൽ കർത്താവായ യേശു സ്നേഹവാനാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ സ്വാതന്ത്ര്യം നൽകും. ആ സ്വാതന്ത്ര്യം നിങ്ങൾ നേടുമ്പോൾ യഥാർത്ഥ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത കത്തിലെഴുതാം. കർത്താവ് യേശു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.